തൃശൂർ പൂരം പ്രതിസന്ധി ചർച്ച ചെയ്യാൻ സർക്കാർ വിളിച്ച യോഗം ഇന്നാണ്. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ വൈകിട്ട് രാമനിലയത്തിലാണ് യോഗം ചേരുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗങ്ങളും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. തിയോഫൻ തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. തിയോഫൻ, വിവരങ്ങൾ. ഇന്ന് വൈകിട്ടാണ് യോഗം. മന്ത്രി കെ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നേരത്തെ പലതവണ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തി ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചതാണ്. വിഷയം എവിടെയും എത്താത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പൂരത്തിലെ പ്രധാന പങ്കാളികളാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. ഇവരുടെ നേതൃത്വത്തിലാണ് പ്രധാനമായും ഈ പൂരം പ്രദർശനം നടക്കുന്നത്. പൂരം പ്രദർശനത്തിന്റെ അടിസ്ഥാന ആവശ്യം എന്താണെന്നാൽ ഈ പൂരം നടത്തിപ്പിന് വേണ്ട എല്ലാ ദേവസ്വങ്ങൾക്കും ഈ ഘടക പൂരം നടത്തുന്ന മറ്റ് ഘടകക്ഷേത്രങ്ങൾക്കും ആവശ്യത്തിനുള്ള, അതായത് ഈ പൂരം ചെലവിലേക്കുള്ള ഒരു വിഹിതം നൽകുന്നത് ഈ പൂരം പ്രദർശന നഗരിയിൽ അല്ലെങ്കിൽ പൂരം പ്രദർശന നഗരിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഈ പൂരം കമ്മിറ്റി പ്രധാനമായും ഈ പ്രദർശനത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ പൂരം നടത്തിപ്പിന്റെ ഒരു പ്രധാന വരുമാന സ്രോതസ്സാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രാധാന്യം വരുന്നത്. കാരണം പ്രദർശനം മുടങ്ങിയാൽ പൂരം മുടങ്ങുമെന്ന രീതിയിൽ വാർത്തകൾ വരുന്നതും അതുകൊണ്ട് തന്നെയാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പൂരം നടത്തിപ്പ് പ്രതിസന്ധിയിലാവും, ചടങ്ങ് മാത്രമായി നടത്തേണ്ടി വരും എന്ന് പറഞ്ഞത്. ഇതിനടിസ്ഥാനമായ ഒരു കാരണം കൊച്ചിൻ ദേവസ്വം ബോർഡ് ഈ തേക്കിൻകാട് മൈതാനിയുടെ വാടക വർദ്ധിപ്പിച്ചതാണ്. തേക്കിൻകാട് മൈതാനിയിലാണ് പൂരം പ്രദർശനം നടക്കുന്നത്. എല്ലാ വർഷവും ഏറെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രദർശനമാണ്. തൃശ്ശൂരിലെ ഒരുവിധം ജനങ്ങളെല്ലാം ഈ പൂരനഗരിയിലേക്ക് ഒഴുകിയെത്തുന്നത് പൂരത്തിന്റെ ദിവസങ്ങൾ, അതായത് പൂരത്തിന് മുൻപും പൂരം കഴിയുമ്പോഴും ഈ പൂരം പ്രദർശനം കാണാൻ നിരവധി പേർ എത്താറുണ്ട്. അതൊരു ഒരു വലിയൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ നഗരത്തിലേക്ക് എത്തുന്നവർക്ക് ആസ്വാദ്യകരമായ ഒരു പ്രദർശനമാണ് എല്ലാ വർഷവും ഈ പൂരം പ്രദർശനം. അതുകൊണ്ട് തന്നെ ഈ പൂരം പ്രദർശന നഗരിയുടെ വാടക വർദ്ധിപ്പിച്ചത് തങ്ങൾക്ക് വലിയ ബാധ്യത ഉണ്ടാക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപ കൊച്ചിൻ ദേവസ്വം ബോർഡ് ചോദിക്കുന്നത് കൊണ്ട് തന്നെ അത് നടത്തിപ്പിന്റെ പ്രയാസമാണ് എന്നാണ്. എന്നാൽ ദേവസ്വം ബോർഡ് പറയുന്നത് കോടതി തങ്ങളോട് നിർദ്ദേശിച്ചനുസരിച്ചിട്ടാണ് ഈ വാടക വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യം, വാടക വർദ്ധിപ്പിക്കേണ്ടി വന്നത്. കാരണം മറ്റൊരു ഹർജിയുമായി ബന്ധപ്പെട്ട് ഒരു സുവോമോട്ടോ കേസ് ഹൈക്കോടതി എടുത്തിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിനോട് കോടതി പറഞ്ഞത് ദേവസ്വം ബോർഡിന്റെ സ്വത്തുക്കളിൽ നിന്നെല്ലാം ഒരു ബിസിനസ് മാൻ എങ്ങനെ കാണുന്നു ആ രീതിയിൽ ഒരു ബിസിനസ് മൈൻഡോട് കൂടി തന്നെ ആവശ്യമായ രീതിയിൽ വാടകകൾ കളക്ട് ചെയ്ത് ദേവസ്വത്തിന് ആവശ്യമായ വരുമാനം ഉണ്ടാക്കാവുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതാണ് എന്നൊരു നിർദ്ദേശം കോടതിയിൽ നിന്നുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം വാടക പുതുക്കി നിശ്ചയിച്ചത്. നേരത്തെ 29 പൈസ സ്ക്വയർ ഫീറ്റ് നിരക്കിൽ ഈ പ്രദർശനത്തിന് നൽകിയിരുന്ന മൈതാനമാണ് ഇപ്പോൾ 2 രൂപ നിരക്ക് ഈടാക്കാനുള്ള തീരുമാനമായിരിക്കുന്നത്. അതിനെ തുടർന്നാണ് വലിയ ബാധ്യതയുണ്ടാകുമെന്നത് ഈ കൊച്ചിൻ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ പറയുന്നത്. കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത തങ്ങൾക്കുണ്ടാകും. അതായത് 2 കോടിയിലധികം രൂപ ഈ പ്രദർശന നഗരിയുടെ വാടകയായി തന്നെ നൽകേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ പ്രദർശനത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ഈ ഘടകപൂരങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്ക് ഇതിൽ നിന്ന് വീതിച്ചു നൽകേണ്ടതുണ്ട്. അവർക്കുള്ള വിഹിതങ്ങൾ, പൂരം നടത്തിപ്പ് ചെലവിന് നൽകേണ്ട പണം, ഇതെല്ലാം നൽകി വരുമ്പോൾ നഷ്ടത്തിലേക്ക് പോകും. അങ്ങനെ ആകുമ്പോൾ പൂരം നടത്തിപ്പ് പ്രതിസന്ധിയിലാവും. അതുകൊണ്ട് ഈ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ പൂര പ്രദർശനം നഷ്ടമുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് പോകും എന്നാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ പറയുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നതെന്നും അവർ ആരോപിക്കുന്നുണ്ട്. ഇതിനിടെ കൊച്ചിൻ ദേവസ്വം ബോർഡ് പറഞ്ഞത് വ്യാപാര ആവശ്യങ്ങൾക്ക് സ്ക്വയർ ഫീറ്റിന് 8 രൂപ നിരക്കിൽ നൽകി വരുന്ന ഈ മൈതാനമാണ് ദേവസ്വത്തിന്റെ അല്ലെങ്കിൽ ഈ പൂരം പ്രദർശനത്തിന് തങ്ങൾ 2 രൂപയ്ക്കാണ് നൽകുന്നത്. തന്നെയുമല്ല, മറ്റൊരു വിവരം കൂടി അവർ പറയുന്നുണ്ട്. ഈ പ്രദർശനം നൽകുമ്പോൾ ഞങ്ങൾ 2 രൂപ നിരക്കിൽ ആവശ്യപ്പെടുന്നത് കൊമേഴ്സ്യൽ പ്ലേസിനാണ്. അതായത് ഈ 60 ഏക്കറോളം വരുന്ന സ്ഥലത്ത് കൃത്യമായ വലിയ അല്ലെങ്കിൽ മുഴുവൻ നിരക്കും വാങ്ങി ഈ പൂരം കമ്മിറ്റി നടത്തുന്ന പ്രദർശനങ്ങളുണ്ട്. അത്തരം പ്രദർശനങ്ങൾക്ക് മാത്രം 2 രൂപ നിരക്കിലും ഡിസ്കൗണ്ട് നിരക്കിൽ മറ്റാർക്കെങ്കിലും സ്ഥലം നൽകുന്നുണ്ടെങ്കിൽ അതിന് തങ്ങൾ 1 രൂപ നിരക്കിലും ഈടാക്കാമെന്നും, സൗജന്യ നിരക്കിൽ സർക്കാർ ഉൾപ്പെടെ അതായത് സർക്കാർ വകുപ്പുകളുടെ ഏതെങ്കിലും പ്രദർശനത്തിന് സൗജന്യ സ്റ്റാളുകൾ നൽകുന്നുണ്ടെങ്കിൽ അതും, മറ്റാർക്കെങ്കിലും സൗജന്യ സ്റ്റാളുകൾ പൂരം കമ്മിറ്റിക്ക് നൽകേണ്ടതായി വരുന്നുണ്ടെങ്കിൽ അത് എത്ര സ്ഥലം വരുന്നു എന്നുള്ളതിന്റെ വിശദ വിവരങ്ങൾ നൽകി കഴിഞ്ഞാൽ ആ സ്ഥലങ്ങൾക്ക് വാടക ഒഴിവാക്കി നൽകാമെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് പറയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുകൂട്ടരും പരസ്പരം മാധ്യമങ്ങളിലൂടെ തന്നെ പ്രസ്താവനകൾ നടത്തുകയും ഒരു പൂരം നടത്തിപ്പ് പ്രതിസന്ധിയിലാവുകയും ചെയ്യുന്നു എന്ന രീതിയിലേക്കുള്ള വാർത്തകൾ വന്നതോടുകൂടിയാണ് ഈ വിഷയത്തിൽ സർക്കാരിന് ഇടപെടേണ്ടി വന്നത്. തന്നെയുമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ
ഒരു സംയുക്ത യോഗം ചേർന്ന് വിഷയത്തിൽ സർക്കാർ ഇടപെടണം, മുഖ്യമന്ത്രി ഇടപെടണം എന്നാവശ്യപ്പെട്ട് ഒരു സംയുക്ത പ്രമേയം പാസ്സാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സർക്കാർ തന്നെ ഇടപെട്ട് മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം വിളിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് രാമനിലയത്തിലാണ് യോഗം. ഇന്നത്തോടുകൂടി ഈ വാടക വിഷയത്തിലും ഏകദേശം ഒരു തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് എല്ലാവർക്കും. കാവ്യ. ശരി തിയോഫൻ.